ദേശീയ വാർത്തകളിലേക്ക് പോകാം. അജിത് പവാറിന്റെ വിയോഗത്തോടെ NCPയെ ആര് നയിക്കും എന്ന ചർച്ചകൾ സജീവമായി. 2 ദിവസത്തിനകം നേതൃയോഗം ചേർന്ന് പുതിയ നേതാവിനെ പ്രഖ്യാപിക്കും. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെയോ പ്രഫുൽ പട്ടേലിനെയോ ഇടക്കാല പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമെന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന. സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. ജിഷ്ണു, ഈ ശരത് പവാർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഏതാണ്ട് വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അടുത്തത് അജിത് പവാർ ആകും എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിക്കുന്നുണ്ടായിരുന്നു. NCP വീണ്ടും ഒന്നാകുന്നു, അവർ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു, പിന്നീട് നയിക്കാൻ അജിത് പവാർ തയ്യാറാകുന്നു. ഈ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായ വിയോഗം സംഭവിക്കുന്നത്. ഇനിയും ഈ പാർട്ടിയെ ആര് നയിക്കും എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം അതൊരു കുടുംബ കേന്ദ്രീകൃത പാർട്ടിയാണ്. സ്വാഭാവികമായും അധികാരത്തിന് വേണ്ടിയുള്ള മൽപ്പിടുത്തങ്ങൾ അവിടെ ആരംഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് NCP പിളർന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ആർക്കാണ് കൂടുതൽ സാധ്യത? ഗൗതം, അജിത് പവാറിന്റെ വിയോഗത്തോടുകൂടി നിലവിൽ അജിത് പവാർ നേതൃത്വം നൽകിയിരുന്ന NCP, നിലവിൽ NCP ഇപ്പോഴും 2 വിഭാഗങ്ങളായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശരത് പവാറിന്റെ നേതൃത്വത്തിലും ഒപ്പം അജിത് പവാറിന്റെ നേതൃത്വത്തിലും. അജിത് പവാറിന്റെ വിയോഗത്തോടുകൂടി അജിത് പവാർ നേതൃത്വം നൽകിയിരുന്ന വിഭാഗത്തെ ആര് നയിക്കുമെന്ന വലിയ ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെയും നേതൃനിരയിലേക്ക് കൊണ്ടുവരാനും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുമുള്ള ചർച്ചകൾ ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ പവാർ കുടുംബവുമായി ബന്ധപ്പെട്ടും ഒപ്പം പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും നടത്തിയിട്ടുണ്ട്. സുനേത്ര പവാറുമായി ഇന്നലെ NCPയുടെ മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണം എന്ന ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശരത് പവാർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുകയാണ്. ഏപ്രിൽ മാസത്തോടുകൂടി രാജ്യസഭാ അംഗത്വം എന്നുള്ള കാലാവധി കഴിയും. അതുകൊണ്ട് തന്നെ 2 പാർട്ടികളും അല്ലെങ്കിൽ 2 വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് NCP NDAയ്ക്കൊപ്പം നിൽക്കാനുള്ള ആലോചനകളും ചർച്ചകളുമായിരുന്നു ശരത് പവാറും അജിത് പവാറും തമ്മിൽ നടന്നുകൊണ്ടിരുന്നത്. അതായത് 2 വിഭാഗങ്ങളും ഒന്നായി NCP എന്നുള്ള രീതിയിൽ NDAയ്ക്കൊപ്പം നിൽക്കുക, കേന്ദ്ര മന്ത്രിസഭയിലും മഹാരാഷ്ട്ര മന്ത്രിസഭയിലും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതായിരുന്നു അജിത് പവാറും ശരത് പവാറും തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ. അതിനിടയിലായിരുന്നു അജിത് പവാറിന്റെ വിയോഗമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി NCPയെ ആര് നയിക്കും എന്നുള്ളത് വലിയ ചർച്ചയായിരിക്കുകയാണ്. 2 ദിവസത്തിനകം NCP അജിത് പവാർ നേതൃത്വം നൽകിയ വിഭാഗത്തിന്റെ നേതൃയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രഫുൽ പട്ടേൽ ഈ NCP അജിത് പവാർ വിഭാഗം നയിച്ച ആ വിഭാഗത്തെ മുൻപോട്ട് നയിക്കാനും അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുമുള്ള വലിയ ചരടുവലികൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. വലിയ ചർച്ചകൾ പ്രഫുൽ പട്ടേലിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം NCPയുടെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഏതായാലും 2 ദിവസത്തിനകം നേതൃയോഗം ചേരും. NCP അജിത് പവാർ എന്ന് പറയുന്നത് ഒരു കരുത്തനായ നേതാവാണ്. നമുക്കറിയാം, അജിത് പവാർ ഒരു കരുത്തനായ നേതാവെന്ന നിലയിൽ ഒരുപക്ഷെ പിളർന്നു നിൽക്കുന്ന NCPയെ ശരത് പവാറിൻ്റെ ശേഷം അതിനെ ഒരുമിപ്പിച്ച് നിർത്തുവാൻ അജിത് പവാറിന് കഴിഞ്ഞേക്കാം. കാരണം അണികൾ കൂടുതലുള്ള അജിത് പവാറിനൊപ്പമായിരുന്നു. പക്ഷേ ഈ പുതിയതായി വരുന്ന 2 പേരുകൾ, അത് സുനേത്ര പവാർ ആയിക്കോട്ടെ, അതല്ല ഇനിയും പ്രഫുൽ പട്ടേൽ ആയിക്കോട്ടെ, ഈ 2 പേർക്കും കാര്യമായി പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. അപ്പോൾ NCP ഒരു പിളർപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു നാശോന്മുഖമായ നിലയിലേക്ക് ദേശീയ തലത്തിൽ ആ പാർട്ടി പോകും എന്ന് വേണ്ട ഇനി മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഗൗതം, തീർച്ചയായും ദേശീയ തലത്തിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും NCPക്ക് കാര്യമായൊരു മുന്നേറ്റം. മഹായുതിയിൽ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും എല്ലാം വലിയ പെർഫോമൻസ് നടത്തിയപ്പോൾ അതിനനുസരിച്ച് ഉയരാനോ ജനപിന്തുണ നേടിയെടുക്കാനോ വലിയൊരു മികച്ച വിജയത്തിലേക്ക് എത്താനോ ഒന്നും NCPക്ക് സാധിച്ചിരുന്നില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് NCP വലിയ രീതിയിൽ ശരത് പവാറും അജിത് പവാറും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് പോലും ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ NCPയുടെ രാഷ്ട്രീയം മഹാരാഷ്ട്രയിലും ഒപ്പം ദേശീയ തലത്തിലും അപ്രസക്തമാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രഫുൽ പട്ടേലും ഒപ്പം ശരത് പവാറിനൊപ്പം സുപ്രിയ സുലെയും ഉൾപ്പെടെയുള്ള 2ാം നിര നേതാക്കൾക്ക് NCPയെ എത്രത്തോളം മുൻപോട്ട് നയിക്കാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ 2 വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അജിത് പവാറിൻ്റെ വിയോഗത്തോടുകൂടി നേരത്തെ അജിത് പവാർ തുടക്കം വെച്ച ചർച്ചകളുടെ ഭാഗമായി ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ട് NCP മുൻപോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും വ്യക്തമാണ് അജിത് പവാറിൻ്റെ വിയോഗത്തോടുകൂടി വലിയൊരു ചോദ്യചിഹ്നം NCPയിൽ ഉയരുകയാണ്. ആര് ഇനിയും പാർട്ടിയെ നയിക്കും എന്നുള്ളതാണ്. ശരത് പവാർ ഔദ്യോഗികമായി തന്നെ രാഷ്ട്രീയ ജീവിതം
അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ അജിത് പവാർ ഇനിയും NCPയെ ഒരുമിപ്പിച്ചുകൊണ്ട് നയിക്കും എന്ന അഭ്യൂഹങ്ങൾ റിപ്പോർട്ടുകൾ വളരെ സജീവമായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം സംഭവിച്ചത്. ഇതോടെ സുനേത്ര പവാറിൻ്റെയും അതോടൊപ്പം പ്രഫുൽ പട്ടേലിൻ്റെയും ഒക്കെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 2 ദിവസത്തിനകം യോഗം ചേർന്ന് അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ജിഷ്ണു കൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.